യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, 2026 എന്ന പുതിയ വർഷത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഡെയിലി ബ്ലെസ്സിങ്ങിൽ, നിയോഗ പ്രാർത്ഥനയിലും പ്രയർ വിങ്സിലും ഒക്കെ അംഗങ്ങളായവരുണ്ട്. ഈ ആലയത്തിൽ വന്നവരുണ്ട്. അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഇവിടെയുള്ള എല്ലാ വൈദികരുടെയും ശുശ്രൂഷകരുടെയും പേരിൽ ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ നിങ്ങൾക്ക് പുതുവത്സരം ആശംസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നിങ്ങളുടെ 3 നിയോഗങ്ങൾ ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ സമയത്ത് വചനം കേൾക്കുമ്പോൾ തന്നെ ഒന്ന് മനസ്സിലോർത്ത്, ഈ വർഷം എനിക്ക് ഈ 3 കാര്യങ്ങളിൽ ദൈവം ഇടപെട്ടു എന്ന് പറയാനിടവരണം. ആദ്യം അത് പ്രാർത്ഥിക്കുക. 2026 ഈ പുതിയ വർഷത്തിൽ ഞങ്ങളെ ദൈവം വലുതായി ശക്തമായി അനുഗ്രഹിച്ചുവെന്ന് പറയാനിടയാകത്തക്ക വിധം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് 3 നിയോഗങ്ങൾ അക്ക വിട്ടോർത്തെ. 1, 2, 3 അങ്ങനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ പ്രിയപ്പെട്ടവർ ഇപ്പോൾ മനസ്സിൽ 3 കാര്യങ്ങളെ ഓർത്തിട്ടുണ്ട്. ആ ഓർത്ത കാര്യത്തെ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരികയാണ്. ചില ആൾ പ്രാർത്ഥിച്ചു, നല്ലൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ ജീവിതം ഒന്ന് അനുഗ്രഹമായിരുന്നെങ്കിൽ, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരുന്നെങ്കിൽ, ഈ രോഗം സൗഖ്യമായിരുന്നെങ്കിൽ. ഓരോ കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. പിള്ളേർ അനുഗ്രഹമായിരുന്നെങ്കിൽ, സ്വഭാവം ഒന്ന് അനുഗ്രഹമായിരുന്നെങ്കിൽ, പഠിച്ചായിരുന്നെങ്കിൽ, വിജയിച്ചായിരുന്നെങ്കിൽ, കല്യാണം നടന്നായിരുന്നെങ്കിൽ, കുഞ്ഞുങ്ങളെ ലഭിച്ചിരുന്നെങ്കിൽ, എല്ലാ കാര്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വർഷം നമ്മൾ ഒരുമിച്ച് വചനം കേൾക്കും, പ്രാർത്ഥിക്കും. ദൈവം സഹായിക്കും. ഒത്തിരി സന്തോഷത്തോടെ നമുക്ക് ഈ വചനങ്ങളെയൊക്കെ പ്രാർത്ഥനയോടെ കേൾക്കാം. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകമാണ്. പഴയ നിയമത്തിൽ ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അവസാനത്തെ 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം 15-ാമത്തെ വാക്യവും ഒന്ന് വായിക്കുകയാണ്. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യത്തിൻ്റെ അവസാനം ഞാനത് വായിക്കാം. അവർ തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന് ഒരാലയം പണിയാൻ തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു. ഏതു ദിവസമാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് 6-ാം മാസം 24-ാം ദിവസമാണ്. ഒരു നല്ല തുടക്കത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു നല്ല തുടക്കം ഒരു അനുഗ്രഹമാണ്. നല്ല തുടക്കം ഒരു ബ്ലെസ്സിങ് ആണ്. ഇവർ ഒരാലയം പണിയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ദൈവവചനം കേൾക്കി പുതിയ വർഷം വചനം കേൾക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. അതൊരനുഗ്രഹമാണ്. അങ്ങനെ തുടങ്ങിയപ്പോൾ ആ സ്ഥലത്ത് എന്ത് കിട്ടി? ആ സ്ഥലത്ത് 2-ാം അധ്യായം 3-ാമത്തെ വാക്യം, ആ സ്ഥലത്ത് എന്തു വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ആലയത്തിൻ്റെ പൂർവ മഹത്വത്തേക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. അടുത്തത്, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്തിന്, ആ പ്ലേസ്, ആ സ്ഥലത്ത് എന്താ തുടങ്ങിയത്? ആ സ്ഥലത്ത് പ്രാർത്ഥിക്കാനാണ് തുടങ്ങിയത്. ആ സ്ഥലത്ത് ഒരു ദേവാലയം നിർമ്മിക്കാനാണ് തുടങ്ങിയത്. ആ സ്ഥലത്ത് ഒരു ആത്മീയ കാര്യമാണ് തുടങ്ങിയത്. നമ്മളും നമ്മുടെ വീടുകളിലിരുന്ന്, നമ്മുടെ ഈ ഒരു സ്ഥലത്തിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കാനാണ് തുടങ്ങിയത്. ആ വചനം കേൾക്കാൻ തുടങ്ങിയ സ്ഥലത്തെക്കുറിച്ച് പറയാണ്. അത് നിങ്ങളുടെ വീട്ടിനോട് പറയട്ടെ. ആ സ്ഥലത്ത് ദൈവം ഐശ്വര്യം നൽകും. അതാര് പറഞ്ഞോന്ന് എഴുതിയിട്ടുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം, വയനാട് വടുവഞ്ചാലുള്ള ഈ സ്ഥലത്ത്, ഇത് സാധാരണ പോലെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്.
ആരും അങ്ങനെ വന്നു പോകുന്നൊരു സ്ഥലമൊന്നും ആയിരുന്നില്ല, സാധാരണ ഓരോ സ്ഥലം. പക്ഷെ ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥിക്കാനും അത് ധ്യാനിക്കാനും അത് പ്രസംഗിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ ഞാനും ഈ വാക്യം അനുഭവിച്ചിട്ടുണ്ട്. ദൈവവചനം കൂടുതൽ വായിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും അത് ചിന്തിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ആ സ്ഥലത്തെ ദൈവം ഐശ്വര്യത്തോടെ അനുഗ്രഹിച്ചു. നിങ്ങളും നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനോ ആണോ തീരുമാനിക്കുന്നത്? നിങ്ങൾക്ക് മാത്രമല്ല അനുഗ്രഹം ഉണ്ടാവുന്നത്, ആ സ്ഥലത്തെ കൂടി ദൈവം അനുഗ്രഹിക്കും. ആ വീടാണെങ്കിൽ ശാപമുള്ള വീടാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ശാപം മാറിയത് അനുഗ്രഹമാകും. ബന്ധനങ്ങൾ മാറും, തടസ്സങ്ങൾ മാറും. ആ സ്ഥലത്തിന് ദൈവം, ആ വ്യക്തിക്കും ആ സ്ഥലത്തിനും ദൈവം ഐശ്വര്യം കൊടുത്ത് അനുഗ്രഹിക്കും. ഐശ്വര്യം നൽകി അനുഗ്രഹിച്ചു. ഇനി അടുത്ത ഭാഗം കൂടെ വായിക്കുകയാണ്. 18, 19 വാക്യങ്ങൾ വായിക്കാം. 2-ാം അധ്യായം. പ്രാർത്ഥന തുടങ്ങിയ നല്ല തുടക്കം ഇട്ടേ പിന്നെയുള്ള അവസ്ഥയാണ്. ആകയാൽ ഇന്നു മുതൽ 9-ാം മാസം 24-ാം ദിവസം മുതൽ കർത്താവിൻ്റെ ആലയത്തിന് കല്ലിട്ട അന്നു മുതൽ എങ്ങനെയായിരിക്കുമെന്ന് ശ്രദ്ധിക്കുവിൻ. നിങ്ങളുടെ സിറ്റുവേഷൻ മാറാൻ തുടങ്ങി, സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങി. ചില കാര്യങ്ങൾക്ക് നമ്മളൊരു കല്ലിട്ട ദിവസം മുതൽ അനുഗ്രഹമാണ്. ഇവിടെ എന്തിനാ കല്ലിട്ടത്? പ്രാർത്ഥനയ്ക്കുള്ള, ആരാധനയ്ക്കുള്ള ഒരു നല്ല തുടക്കത്തിനാണ് കല്ലിട്ടത്. അത് അനുഗ്രഹമായിട്ടാണ് മാറിയത്. ശാപമായിട്ടോ തടസ്സമായിട്ടോ അല്ല മാറിയത്, അനുഗ്രഹമായിട്ട് മാറി. 19-ാമത്തെ വാക്യം. സാഹചര്യം എങ്ങനെ മാറി? വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ? അടുത്ത ഭാഗം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ. ഇതിൻ്റെ ആ ഘട്ടം ഘട്ടമായി ചിന്തിക്കണം. ഒരു സ്ഥലത്തിന് ദൈവം ഐശ്വര്യം കൊടുത്തു. ആ സ്ഥലത്ത് അവിടെയുള്ള മനുഷ്യരെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. അവരുടെ അധ്വാനത്തെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. ഇന്നു മുതൽ, ഈ ദിവസം മുതൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. ഇന്നു മുതൽ. ഈ വാക്യം പറഞ്ഞാൽ നിങ്ങളെ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. ഇന്നു മുതൽ 2026 ജനുവരി മാസം 1-ാം തീയതി ഇന്നു മുതൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളുടെ വീടിന് ഐശ്വര്യം നൽകുന്ന അനുഭവം ഉണ്ടാകട്ടെ. നമ്മൾ ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് 3 നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാണ് ഈ ദിവസം തുടങ്ങിയേ. ഇന്നലെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്ന് 3 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തുടങ്ങി. ഇന്നു മുതൽ പ്രാർത്ഥിച്ച്, ഇന്നു മുതൽ ഈ വചനം കേട്ട് ഇന്നു മുതൽ ദൈവം നിങ്ങളുടെ കുടുംബത്തെ, മക്കളെ, ആരോഗ്യത്തെ എല്ലാം അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഒരു കാര്യം കൂടി. ഈ മാസം, അതായത് വരുന്ന തിങ്കളാഴ്ച 5-ാം തീയതി മുതൽ കുട്ടികൾക്കായിട്ട് പ്രാർത്ഥിക്കുവാണ്. ഫെബ്രുവരി മാസം 6-ാം തീയതി വരെ. അതിൻ്റെ ഫോമുണ്ട്. ആ ഫോമിൽ പൂരിപ്പിച്ച് നൽകണം. പേര്, കുഞ്ഞിൻ്റെ പേര്, അവരുടെ 3 നിയോഗങ്ങൾ. അതിൻ്റെ ഒരു ഫോം ഇവിടെ വയ്ക്കും. ഒരു ഫോം നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവരവരുടെ വീട്ടിലും വെച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ 2 കൂട്ടരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ സ്വഭാവ രൂപീകരണത്തിലും പഠിത്തത്തിലും ഒക്കെ നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് വരും. ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി പറയാനാണ്. ഈ സാക്ഷ്യങ്ങളുണ്ട്. ദൈവം അനുഗ്രഹിച്ചതിൻ്റെ നമുക്ക് ഈശോയുടെ ആശീർവാദം ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ ദിവസം സ്വീകരിക്കാം. ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയെ ഓർത്ത് നന്ദി പറഞ്ഞേ. ആ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിച്ചൊരു ശുശ്രൂഷയാക്കി മാറ്റിയൊരു നന്ദി പറഞ്ഞേ. ഈ വർഷം വചനം കേൾക്കാത്ത എന്നുവരെ ഈ ശുശ്രൂഷയെപ്പറ്റി അറിയാത്ത ഒത്തിരി പേർ ഈ വർഷം വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഇടയാകണമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങളിലൂടെ ഒരു ദിവസം ഒരാളെങ്കിലും വചനം കേട്ട് ദൈവത്തിലേക്ക് വരണം, ദൈവാനുഗ്രഹം അനുഭവിക്കണം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ആ വചനം അനുഭവിക്കാൻ കഴിയട്ടെ. പ്രാർത്ഥിക്കാൻ പോവാം. ഒരുമിച്ച് കുടുംബമായി നിന്നേ. മക്കളെല്ലാം ഓർത്തേ. ആദ്യം സമർപ്പിച്ച 3 നിയോഗം ഓർത്തേ. ഈ വർഷം മുഴുവൻ വചനം കേൾക്കാൻ ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിച്ച് അനേകരിലേക്ക് നിങ്ങളിലൂടെ വചനം എത്തട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ.
ഈ വർഷം ഞങ്ങൾക്കൊരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഈ വർഷം ഞങ്ങൾക്കൊരു സന്തോഷമുള്ള വർഷമാക്കി മാറ്റണമേ. ഒത്തിരി നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണമേ. 3 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചായി ഈ ദിവസം തുടങ്ങിയത്, ഈ വർഷം തുടങ്ങിയത്. ഞങ്ങൾക്കത് സാധിച്ചു തരണമേ. ഈ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ അത് സംഭവിക്കണമേ. ഞങ്ങൾക്കൊരു സാക്ഷ്യം പറയാൻ ഒക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണങ്ങൾ, അപകടങ്ങൾ, ചതി, വഞ്ചന, നിരാശ മാറിപ്പോകണമേ. ഈ വർഷം അനുഗ്രഹമുള്ള കാര്യങ്ങളെ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വരണമേ. കർത്താവേ, ഒരു അരുവി ഒഴുകി താഴോട്ട് ഇറങ്ങിയത് തോട്ടിലേക്കും പുഴയിലേക്കും അത് ചേരുന്നത് പോലെ സ്വർഗത്തിൽ നിന്നുള്ള ആ അനുഗ്രഹത്തെ ഞങ്ങളുടെ ജീവിതത്തോട് ചേർക്കണമേ. ഞങ്ങളുടെ കുടുംബത്തോട് ചേർക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ആപത്തോ അപകടമോ ദുർമരണമോ ഒന്നും സംഭവിക്കരുത്. നിലവിളികൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉയരരുത്. ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. നല്ല ഭവനങ്ങൾ ഈ വർഷം ഉണ്ടാകണം. നല്ല വാഹനങ്ങൾ മേടിക്കാൻ പറ്റണം. കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി കിട്ടണം. നല്ല വിവാഹങ്ങൾ നടക്കണം. തലമുറകൾ ഉണ്ടാകണം. പ്രാർത്ഥനയുള്ളൊരു തലമുറ എഴുന്നേറ്റ് വരണം. പുതിയ വഴികൾ തുറന്നു കിട്ടണം. തടസ്സങ്ങൾ മാറണം. ആ പ്രതിസന്ധികൾ മാറണം. സമാധാനത്തിലാകണം. പിള്ളേരുടെ കാര്യം ഐശ്വര്യത്തിലാകണം. ആ രോഗം സൗഖ്യമാകണം. എല്ലാ കാര്യവും അനുഗ്രഹമായിട്ട് വരും. ഒരിക്കൽ കൂടി ആ വചനം പറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഐ വിൽ ബ്ലസ് യു. ദൈവനാമത്തിൽ ഇന്ന് ലോകം മുഴുവൻ യോഗ്യതയോടെ അർപ്പിച്ച എല്ലാ വിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള സകലരുടെയും പ്രാർത്ഥനയോട് ചേർന്ന് നിങ്ങൾ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് ഈ പുതിയ വർഷം പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ മുതലുള്ള ദിവസങ്ങൾ വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി പേർ നിങ്ങളിലൂടെ വചനം കേൾക്കാൻ ഇടയാകട്ടെ. നല്ലൊരു വർഷം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ സന്തോഷത്തോടെ പറയാൻ ദൈവം നമ്മളൊക്കെ തരും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെയും എപ്പോഴേലും അല്ല, 5:30 തന്നെ പറ്റുവാണെങ്കിൽ, ഒക്കുവാണെങ്കിൽ, ആരോഗ്യവും സാഹചര്യവും ഒക്കെ ഒക്കുവാണെങ്കിൽ 5:30 തന്നെ ഒരുമിച്ച് ഒരുപാട് പേർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ. ആമേൻ.